രാഹുൽ വലിഞ്ഞുകയറി വന്നതല്ല, വന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച്. ഇന്ന് ചില മാപ്രകൾ ഈ കേക്കച്ചൻ്റെ കവർ പറ്റുന്ന ചില മാധ്യമങ്ങൾ, ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ, കേക്കച്ചൻ്റെ പ്രസ് സെക്രട്ടറിയുടെ കവർ പറ്റുന്ന ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ, ചില കിംവദന്തികൾ ഇന്ന് അടിച്ചുവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവർ പറിച്ചുവിട്ട ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കാതെ കയറി ചെന്നു എന്നാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ആശന്മാരുടെ 265 ദിവസം നീണ്ടുനിന്ന ആ സമാപന സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കാത്ത അതിഥിയായി കയറി വന്നു, പ്രശ്നമുണ്ടാക്കി. വി.ഡി. സതീശൻ ഉദ്ഘാടകനാകേണ്ടിയിരുന്ന ആ പരിപാടി കലക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാത്ത അതിഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു എന്ന തരത്തിൽ ചിലർ വാർത്തകൾ പടച്ചുവിടുന്നത് കണ്ടു. എന്നാൽ അത് തെറ്റായ വാർത്തയാണ്. അത് കേക്കച്ചൻ്റെ കവർ മേടിക്കുന്ന ചില സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തയാണ് എന്ന് വ്യക്തമാകുകയാണ് ശ്രീ എസ് മിനിയുടെ പ്രസ്താവനയിലൂടെ. സാമൂഹ്യ പ്രവർത്തകയും SUCA പ്രവർത്തകയും അതുപോലെ തന്നെ ഈ ആശാ വർക്കേഴ്സ് യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയുമായ എസ് മിനി അർത്ഥശങ്കകൾക്കിടയില്ലാതെ തന്നെ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തെ മറ്റ് നേതാക്കന്മാരെ, പ്രതിപക്ഷ നേതൃത്വ നിരയിലെ എല്ലാ MLA-മാരെയും അവർ സമരം ആരംഭിച്ച് 265 ദിവസങ്ങൾ പിന്നിടുമ്പോൾ പങ്കെടുത്ത എല്ലാവരെയും തന്നെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് വിളിച്ചിരുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. ആ ക്ഷണമനുസരിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എത്തിയത് എന്ന് യസ്മിനി കൃത്യമായി പറയുന്നു. ഇത് കേക്കച്ചൻ്റെ പ്രസ് സെക്രട്ടറിയുടെ നിർദ്ദേശമനുസരിച്ച് വ്യാജ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ്. യസ്മിനി പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിക്കാതെ വലിഞ്ഞു കയറി വന്നവനല്ല, അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചതനുസരിച്ച് ആ ക്ഷണമനുസരിച്ച് ആ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ രാഹുലിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് കാരണം അദ്ദേഹം ഒരു സാമാജികനായി നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത തൊട്ട അടുത്ത ദിവസം തന്നെ അദ്ദേഹം ആദ്യമായി അവതരിപ്പിച്ച ആ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് ഈ ആശമാർ തുടർച്ചയായി അവർ നടത്തിവരുന്ന ആ സമരങ്ങൾക്ക് യാതൊരു പരിഹാരവുമാകുന്നില്ല എന്ന് കണ്ടാണ് അദ്ദേഹം ഒരു അടിയന്തര ശ്രദ്ധ ക്ഷണിക്കലിന് അദ്ദേഹം ശ്രമം നടത്തിയത്, അപ്രകാരം ഒരു ഇടപെടൽ നടത്തിയത്. ആ കാരണത്താലാണ് രാഹുൽ അവിടെ എത്തിയത്. ഈ സ്മരണാർത്ഥമാണ് ആശാപ്രവർത്തകർ രാഹുലിനെ ആ പരിപാടിയിലേക്ക് വിളിച്ചത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവ് ഇന്ന് അയാൾ വന്ന് വലിയ ഡയലോഗ് അടിച്ചു, ഞാൻ പലതവണ ഇവിടെ വന്നുപോയി എന്ന്. തൻ്റെ PR പരിപാടിക്ക് വേണ്ടി ഇയാൾ കയറി ഇറങ്ങിയതല്ലാതെ ആത്മാർത്ഥമായി ഈ പ്രതിപക്ഷ നേതാവ് അതല്ലെങ്കിൽ ഈ പ്രതിപക്ഷം ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നു എങ്കിൽ, ഇവരോടൊപ്പം നിന്നിരുന്നു എങ്കിൽ ഇവർക്ക് ഈ 265 ദിവസം അവിടെ കിടന്ന് മഴയും മഞ്ഞും വെയിലുമേറ്റ് ഈ 265 ദിവസം അവിടെ കിടന്ന് ഗത്യന്തരമില്ലാതെ ഗതിയില്ലാതെ അവർക്ക് തോറ്റ് പിൻവാങ്ങേണ്ടി വരില്ലായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നട്ടലുണ്ടായിരുന്നു എങ്കിൽ, ഇതിനെ പ്രതിപക്ഷം ശക്തമായി എടുത്തിരുന്നു എങ്കിൽ അവർക്കിതുപോലെ തോറ്റ് പിന്മാറേണ്ടി വരില്ലായിരുന്നു എന്ന് ഈ കേക്കച്ചൻ എന്ന് പറയുന്ന നാണം കെട്ടവൻ ഓർക്കണം. എന്നാൽ നിയമസഭയിൽ ആദ്യമായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒരു പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ആദ്യത്തെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ഈ ആശന്മാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ, മുഖ്യ അതിഥിയായി എത്തുവാൻ എന്തുകൊണ്ടും യോഗ്യൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി എസ് മിനി നൽകിയ ആ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ഈ സമരപ്പന്തലിൽ സമരം ആരംഭിച്ചത് മുതൽ ഇവിടേക്ക് വന്ന മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഈ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു. അത് പ്രതിപക്ഷ MLA-മാർ, MP-മാർ, കേന്ദ്ര സഹമന്ത്രിമാരടക്കം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ വിവിധ ആളുകൾ വന്ന് പിന്തുണ അർപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിലമ്പൂരിന്റെ MLA ആര്യാടൻ ഷൗക്കത്ത് അടക്കം സത്യപ്രതിജ്ഞ നേരിട്ട് ഞങ്ങളുടെ പന്തലിലേക്കാണ് വന്നത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ നിന്നാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അദ്ദേഹം ഒരു പ്രതിയായി, ഒരു കുറ്റവാളിയായി ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പന്തലിൽ വരുന്നതിന് ഞങ്ങൾ ഒരു തരത്തിലുള്ള വേർതിരിവും ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. രാഹുലിനോട് എല്ലാ MLA-മാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. ഈ പന്തലിൽ വന്ന മുഴുവൻ MLA-മാരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം വന്നത്. അത് അദ്ദേഹം പ്രതിയാണെങ്കിൽ തെളിയിക്കേണ്ടുന്നത് ഇവിടുത്തെ നിയമ സംവിധാനം തെളിയിക്കണം. അദ്ദേഹത്തെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് അവരാണ്. അദ്ദേഹം ഇന്ന് നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം ഞങ്ങളുടെ സമരപ്പന്തലിലേക്ക് വന്നത്.
അവിടെ ഒരുപാട് സ്ത്രീകൾ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയാണ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിഷയത്തിൽ ഒരു മെറിറ്റില്ലാതായി പോകുന്നത്? ഒരിക്കലുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വേതന വർധനവിന്റെ മെറിറ്റ് ഒരു കാരണവശാലും ഇല്ലാതാവില്ല എന്ന് മാത്രവുമല്ല, ഇവിടെ വരുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത് അവരാണ്. ഞങ്ങൾ സമര സംഘടനയല്ല അവരുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടത്. അത് വരുന്ന വ്യക്തിത്വങ്ങൾ അവരുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പങ്കില്ല. അദ്ദേഹം കുറ്റവാളിയാണെന്ന് പറയട്ടെ, തീർച്ചയായിട്ടും ഞങ്ങളെ സ്വീകരിക്കും. ഞങ്ങൾ സ്ത്രീ പീഡകരോട് യാതൊരു കോംപ്രമൈസും ചെയ്യുന്ന ആളുകളല്ല. മറിച്ച് അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദ്യം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ MLA സ്ഥാനവും നിയമസഭാ അംഗത്വവും നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രവേശനമൊക്കെ വിലക്കേണ്ടത് അവരായിരുന്നു. അതൊന്നും വിലക്കാതിരിക്കുകയും അദ്ദേഹത്തിന് അവിടെയൊക്കെ പ്രവേശനം ഉണ്ടായിരിക്കുകയും അദ്ദേഹം സമരസ്ഥലത്ത് വരുമ്പോൾ അത് ഞങ്ങളുടെ എന്തുകൊണ്ടെന്ന് ഞങ്ങൾ അതിന് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടുന്ന സാഹചര്യമില്ല. ഒരുപാട് പേര് ഇരകളായിട്ട് ഒരുപാട് പെൺകുട്ടികൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആളുകൾ കൂടി നിങ്ങളുടെ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിനെ ഈ സമരവുമായി നിങ്ങൾ ബന്ധിപ്പിക്കരുത്. ഈ സമരവുമായി ദയവ് ചെയ്ത് നിങ്ങൾ ബന്ധിപ്പിക്കരുത്. സമരവുമായി ബന്ധമില്ല. ഇത് സമരമുഖത്ത് വന്ന, ഞാൻ പറഞ്ഞു, സമരമുഖത്ത് പിന്തുണയുമായി വരുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി തെളിയിക്കേണ്ടുന്നത് അവരാണ്, അവരുടെ ഉത്തരവാദിത്തം. അത് ഞങ്ങളുടെ വിഷയമല്ല. ഇവിടെ വന്നു പോയ എത്ര ആളുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. തീർച്ചയായിട്ടും ഞങ്ങളുടെ KK രമ MLA, VC വിശ്വനാഥ് MLA, ഇവിടെ വന്ന രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകളെ ഞങ്ങളുടെ സമരസമിതിയിലെ വ്യത്യസ്തരായ ആളുകൾ ക്ഷണിച്ചിട്ട് തന്നെയാണ് വന്നത്. ഞങ്ങൾ അതിനകത്ത് യാതൊരു തരത്തിലുള്ള, ഞാൻ പറഞ്ഞു, രാഹുലിന്റെ കാര്യത്തിൽ വ്യക്തമായി അദ്ദേഹം നിയമസഭയ്ക്കകത്തുനിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യം ഒഴിവാക്കേണ്ട നിയമസഭയാണ്. ഞങ്ങൾ സമരസമിതിക്കകത്ത് എന്താണ് പങ്ക്? ഞങ്ങൾ വെള്ളപൂശാനൊന്നും ആരെയും ശ്രമിച്ചിട്ടില്ല, ഞങ്ങളതിന് ശ്രമിക്കുകയില്ല. ഞങ്ങൾ അത്തരക്കാരെ ആളുകളെ തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും അവരെ ശിക്ഷിക്കണമെന്ന് വളരെ ശക്തമായ വ്യക്തിപരമായി അഭിപ്രായമുള്ള ഒരാളാണ്. ഇതൊരു സ്വതന്ത്ര സംഘടനയാണെന്നുള്ള കാര്യം കൂടി എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കണം. ഈ സമരസമിതിക്കകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളുണ്ട്. എല്ലാവരുടെയും കൂടെ താല്പര്യങ്ങൾ പരിഗണിച്ചു മാത്രമേ ഇത്രയും കാലം 266 ദിവസം മുന്നോട്ട് പോയത് ഇനിയും അങ്ങോട്ട് അങ്ങനെ മാത്രമേ കഴിയുള്ളൂ. ഇനി രാഹുൽ ആശമാരുടെ ആ സമാപന സമ്മേളനത്തിൽ വന്ന് നടത്തിയ പ്രസംഗവും അതിനുശേഷം അദ്ദേഹം പോകാൻ നേരം മാധ്യമപ്രവർത്തകർക്ക് നൽകിയ മറുപടിയും കേൾക്കാം. ഇതുവരെ നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ അന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുമ്പോ കേരളത്തിന്റെ ബഹുമാനിയ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒരു കടലാസ് മുക്കി കാണിച്ചിട്ട് പറഞ്ഞു, ദാ തെളിവ്, ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ആ തെളിവ് ദയവ് ചെയ്ത് കേരളത്തിന്റെ നിയമസഭയുടെ മുന്നിൽ വെച്ചാലും ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം വേതനം പറ്റുന്നത് കേരളത്തിന്റെ ആശാവർക്കർമാരാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അന്നെന്താ പറഞ്ഞത്? നമ്മൾ ഓണറേറിയം കൂട്ടി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെതല്ല, അല്ലേ? ഇത് കേന്ദ്രാവിഷ്കൃത പ്രോജക്റ്റ് ആണ്, പദ്ധതിയാണ്. കേരളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്നിട്ട് 1000 രൂപ കൂട്ടിയത് ആരാ കൂട്ടിയത്? ഇപ്പൊ 1000 രൂപ കൂട്ടിയത് മലേഷ്യയാണ്, സിംഗപ്പൂരാണോ, ഇന്തോനേഷ്യയാണോ? ആണോ? ട്രംപ് അല്ലല്ലോ കൂട്ടിയത്, ആണോ? പുട്ടിനല്ലല്ലോ കൂട്ടിയത്. അപ്പൊ ഇപ്പൊ 1000 രൂപ കൂട്ടി എന്താ? ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്റ്റാൻഡ് ഒന്നേ ഉള്ളൂ, ഇലക്ഷൻ വരുന്നതിന്റെ പേരിലെങ്കിലും നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ വേതനം ഒന്ന് കൂട്ടിക്കൊടുക്കുക, ക്ഷേമ പെൻഷൻ ഒന്ന് കൂട്ടിക്കൊടുക്കുക. അതിന്റെ പേരിൽ 10 വോട്ട് നിങ്ങൾക്ക് അതേ കിട്ടിയാലും ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം ഞങ്ങളുടെ അമ്മമാരുടെ കണ്ണീര് തോന്നിട്ട് ഞങ്ങൾക്ക് 10 വോട്ട് കുറഞ്ഞാലും വേണ്ടില്ല, നിങ്ങളങ്ങെടുത്തു, ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഈ അമ്മമാരുടെ കണ്ണീര് കണ്ടാൽ മതി. ഞങ്ങളുടെ നിലപാട് അത്രയേ ഉള്ളൂ. ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയവും അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ 1000 രൂപ കൂട്ടിച്ചവരെയും കൊണ്ട്, ആ കൂട്ടിച്ചവരോട് കൊണ്ട് പറയുന്നു, നിങ്ങൾ കണ്ട സമരമല്ല ഈ സമരം, അല്ലേ? അമ്മമാരെവിടെയും തോറ്റുപോയിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുതിയ കുട്ടികൾ പറയും അമ്മയാണ് യഥാർത്ഥ പോരാളി. അങ്ങനെയാണെങ്കിൽ ഈ ആശാ വർക്കർമാരാണ് യഥാർത്ഥ പോരാളികൾ എന്ന് തെളിയിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു ജനാധിപത്യ സമരത്തിന് മുന്നിലും മുട്ടുമടക്കാത്ത കേരളം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ, അദ്ദേഹം ഈ അമ്മമാരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കിയത് കൊണ്ടാണ് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചത്. ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചവർ, അമ്മമാരെ തെരുവിലേക്ക് തള്ളിവിട്ടവർ, അവർ ഗതി പിടിച്ച ചരിത്രം ഇതിഹാസത്തിലില്ല, പുരാണത്തിലില്ല, ചരിത്രത്തിലില്ല, വർത്തമാനത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ ഒന്നോർത്തിരിക്കുന്നത് നന്നായിരിക്കും.
എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ അമ്മമാർക്കും എൻ്റെ ചക്കര ഉമ്മകൾ, ഇന്നലെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ ചക്കര ഉമ്മകൾ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസകൾ. നമ്മൾ തെരുവിലുണ്ടാകും. ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമരാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. അദ്ദേഹം ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത്? അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത്? ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഔന്നത്യത്തെപ്പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് VD സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണാൻ നോക്കണം. ആശാ വർക്കർമാരെ പറ്റി നമുക്ക് സംസാരിക്കാം. അത് പാലക്കാട്ട് അജിത്തിനോട് ചോദിച്ചാൽ മതി, എന്നെ എപ്പോഴും കാണാറുണ്ട്. ഞാൻ എനിക്ക് ട്രെയിനുണ്ട് സഹോദര. ഞങ്ങളൊക്കെ ഞാൻ ഇവിടെ വരുന്ന എല്ലാ പരിപാടിക്കും പ്രസംഗിച്ചിട്ടല്ല പോകാറുള്ളത്. അവരോട് ചോദിച്ചാൽ ഞാൻ പ്രസംഗിക്കാതെ എത്രയോ തവണ പോയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കൺവീനിയൻസ് കൂടിയില്ല. ഇപ്പൊ അങ്ങേക്ക് എവിടെയെങ്കിലും പോകണം, അങ്ങേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് അതെല്ലാം പറഞ്ഞിട്ട് ട്രെയിനിന്റെ ടൈമെല്ലാം തന്നിട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. പക്ഷെ അതുകൊണ്ട് ആശാസമരത്തിന്റെ മെറിറ്റ് കുറയുന്നില്ലല്ലോ. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിന് അദ്ദേഹം ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത്? അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത്? ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഔന്നത്യത്തെപ്പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് VD സതീശൻ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് കാണാൻ നോക്കണം. യസ്മിനിയുടെ ഈ മറുപടി കേക്കച്ചന്റെ പ്രസ് സെക്രട്ടറിക്കുള്ള മറുപടിയാണ്. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ചില മാപ്രകൾ ഇപ്രകാരം ഒരു വ്യാജ വാർത്ത പടച്ചുവിട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷണിക്കാത്ത ഒരു അതിഥിയായിരുന്നു, വിളിക്കാത്ത പരിപാടിക്കാണ് അദ്ദേഹം വലിഞ്ഞു കയറി വന്നത് എന്ന തരത്തിലുള്ള പ്രചരണം തെറ്റാണ് എന്ന് തെളിയിക്കുന്നതാണ് യസ്മിനിയുടെ ഈ പ്രസ്താവന. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.